നമസ്കാരം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ശ്രീ ഗുരുവായൂരപ്പന്റെ ഇഷ്ടത്തോഴനായി ക്രിസ്തുഅബ്ദം 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്തനായ ഒരു നമ്പൂതിരിയുടെ കഥ. പൂന്താനം. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നീ കണ്ട തടിക്കു വിനാശവും, ഇന്ന നേരമെന്തേതും അറിഞ്ഞില്ല. കൃഷ്ണചിന്ത തുളുമ്പുന്ന ഗീതങ്ങളും ഭക്ത്യാധിഷ്ഠിത തത്വചിന്ത പ്രകാശിപ്പിക്കുന്ന കാവ്യങ്ങളും കൊണ്ട് മലയാളികളെ പ്രചോദിപ്പിച്ച കവി പൂന്താനം. പൂന്താനത്തെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്. പൂന്താനം എന്ന ഇല്ലപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ താലൂക്കിൽ നെന്മേനി അംശത്തിൽ പൂന്താനം അഥവാ പൂങ്കാവനം എന്ന കവിഗൃഹത്തിലെ ഒരു നമ്പൂതിരി, ശുദ്ധനായ ഒരു നമ്പൂതിരി. പൂന്തേനാം പലകാവ്യം കണ്ണനു നിവേദിച്ച പൂന്താനം, ജ്ഞാനപ്പാന പാടിയ പുംസ്കോകിലം. പൂന്താനം ജ്ഞാനപ്പാന പാടിയ പുംസ്കോകിലം. ഏറെക്കാലം പൂന്താനത്തിന് മക്കളില്ലായിരുന്നു. ആ ദുഃഖത്തിലും അദ്ദേഹം കൃഷ്ണനിൽ അഭയം തേടി. കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഉണ്ണിക്കണ്ണൻ കനിഞ്ഞു. വളരെ കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പൂന്താനത്തിന് ഒരു ഉണ്ണി പിറന്നു. ഉണ്ണിക്കണ്ണനെ പോലെ സുന്ദരനായ ഒരു ഉണ്ണി. പൂന്താനത്തിനും അദ്ദേഹത്തിന്റെ വേളിക്കുമുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഉണ്ണിയുടെ അന്നപ്രാശനാടിയന്തര കർമ്മം, ചോറൂണ് കർമ്മം, കഴിവിനൊത്തവണ്ണം അത് ആർഭാടമായി തന്നെ നടത്തുവാൻ അവർ തീരുമാനിച്ചു. എല്ലാവരെയും ക്ഷണിച്ചു. ക്ഷണിച്ചവരെല്ലാം വന്നു. മുഹൂർത്തം രാത്രിയിലായിരുന്നു. ഉണ്ണിയെ ഒരു ഭാഗത്ത് ഉറക്കിക്കിടത്തിയിട്ട് പൂന്താനത്തിന്റെ പത്നി അതിഥികളെയും മറ്റും സ്വീകരിക്കുന്നതിന് വേണ്ടി ഉമ്മറത്തേക്ക് പോയി. ഈ സമയം അതിഥിയായി വന്ന ഏതോ ഒരു സ്ത്രീ ഉണ്ണി കിടന്നുറങ്ങുന്നത് ശ്രദ്ധിക്കാതെ തന്റെ ഉത്തരീയം ഉണ്ണിയുടെ മേൽ അലക്ഷ്യമായി ഇട്ടിട്ട് പോയി. പിന്നാലെ വന്ന മറ്റൊരു സ്ത്രീ അവരുടെ മേൽ കൊണ്ടൂരി അവിടെ ഇട്ടു. ചോറൂണിന്റെ മുഹൂർത്തത്തിന് അല്പം മുമ്പ് ഉണ്ണിയെ എടുത്ത് കുളിപ്പിക്കുവാനായി ചെന്ന ആ അമ്മ കണ്ടത് ആ തുണിക്കെട്ടുകൾക്കിടയിൽ ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്ന തന്റെ പൊന്നോമന പുത്രനെയാണ്. എന്റെ മോനെ, എനിക്ക് എന്ത് പറ്റി? കണ്ണു തുറക്കണ. അവർ ബാവിട്ട് നിലവിളിച്ചു. പൂന്താനവും ആ കാഴ്ച കണ്ട് സങ്കടം സഹിയാഞ്ഞ് തല തല്ലിക്കരഞ്ഞു. മാറ്റുനോറ്റുണ്ടായൊരുണ്ണി, ആയിരം നേർച്ച നേർന്നുണ്ടായൊരുണ്ണി, ആധി സമ്മാനിച്ചു പോയോ നീ, ആരോമലാം കണ്ണനുണ്ണി. പുത്രവിയോഗം പൂന്താനത്തിന്റെ മനസ്സിനെ ആകപ്പാടെ ഉലച്ചു. ഉണ്ണി മരിച്ചതോടെ അദ്ദേഹം തീർത്തും വിരക്തനായി. ആ ദുഃഖത്തിൽ ഉള്ളുരുകി എഴുതിയതാണത്രേ ഇഹലോക ജീവിതത്തിന്റെ നശ്വരത വെളിവാക്കുന്ന ജ്ഞാനപ്പാന. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ, തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അത്യന്തം ദുസ്സഹങ്ങളായ വ്യസനങ്ങൾ നേരിടുന്ന കാലങ്ങളിൽ ജ്ഞാനം മനസ്സിന് സമാധാനമുണ്ടാകുമത്രേ. പുത്രവിയോഗത്തെ തുടർന്ന് പൂന്താനം ഗുരുവായൂരപ്പനിൽ അഭയം തേടി. പൂന്താനം ഗുരുവായൂർ അമ്പലത്തിലെത്തുമ്പോൾ അവിടെ ഒരാൾ രോഗശമനത്തിനായി ഭജന ഇരിക്കുന്നുണ്ടായിരുന്നു. മഹാസംസ്കൃത പണ്ഡിതനായ
മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. വിദ്വാനായ ഭട്ടതിരിക്ക് പൂന്താനത്തോട് അകമേ പുച്ഛമായിരുന്നു. പൂന്താനം ഒരു ദിവസം ഭട്ടതിരിയെ കാണാനെത്തി. ഒപ്പം താൻ രചിച്ച കാവ്യവും കയ്യിൽ കരുതി. എന്താ പൂന്താനം? ഒന്നുമില്ല, വെറുതെ ഒന്ന് കാണാൻ വന്നതാ. ഓഹോ, കണ്ടൂലോ, എന്നാ പോയിക്കൂടെ? അല്ല, ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താത്? ഉണ്ടൊരു കൃതി, അല്ല വികൃതി, എന്റേതായി ചൊൽക്കൊണ്ടെഴുമങ്ങുന്നതിൻ പിഴകൾ തീർത്താൽ കൊള്ളാം. ഭട്ടതിരി പുച്ഛത്തോടെ പൂന്താനത്ത് നോക്കി. ഇത് സംസ്കൃത കാവ്യാണോ? അല്ലല്ലോ. വിദ്വാനായ എന്നെ ഈ ഭാഷാകാവ്യം കാണിക്കാൻ താങ്കൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അതുമല്ല, വിഭക്തി അറിയാത്ത നിങ്ങൾ എഴുതിയതൊക്കെ അബദ്ധവുമായിരിക്കും. കൊണ്ടുപോയി വല്ല ഭാഷാകവികളെയും കാണിക്കേ. ക്രൂരമായ പരിഹാസവാക്കുകൾ കേട്ട് ഹൃദയം തകർന്നു പോയ പൂന്താനം ആ കൃഷ്ണ സന്നിധിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുപോയി. പെട്ടെന്ന് ഒരു പൊട്ടിക്കരച്ചിൽ. പൂന്താനം തിരിഞ്ഞു നോക്കുമ്പോൾ കൃഷ്ണ, ഹരേ കൃഷ്ണ! ഇരു കാലുകളിലും പിടിച്ച് വേദന സഹിക്കാതെ ഭട്ടതിരി പൊട്ടിക്കരയുന്നു. ശമിച്ചിരുന്ന വാതരോഗം കലശലായി. അപ്പോൾ അവിടെ യഥാ ഒരു ദിവ്യപ്രകാശം, ഒരശരീരി. കേളിയേറിന മേൽപ്പത്തൂരിന്റെ വിഭക്തി കാളിക, പൂന്താനത്തിൻ ഭക്തിയാണെനിക്കിഷ്ടം. കൃഷ്ണന്റെ സ്വരം. പാണ്ഡിത്യ ഗർവ്വപൂണ്ട ഭട്ടതിരി, എത്രയും പെട്ടെന്ന് ഈ ഭാഷാ കവിയുടെ സങ്കടം തീർക്കാം, എന്നാലേ ഈ വാതരോഗം ശമിക്കൂ. പൂന്താനത്തോടുള്ള ദൈവപ്രീതി കേട്ട് ഭട്ടതിരി അന്തം പെട്ടു. പൂന്താനത്തിന്റെ കാലു പിടിച്ച് മാപ്പ് അപേക്ഷിച്ചു. ആ ഭാഷാ കാവ്യം വായിച്ച് ഭട്ടതിരി പ്രശംസിച്ചു. പൂന്താനത്തെ അപമാനിക്കുന്നത് ഗുരുവായൂരപ്പൻ സഹിക്കില്ല. അത്രയ്ക്കാണ് ആ ഭക്തനോടുള്ള പ്രേമം. പൂന്താനത്തിന് പാണ്ഡിത്യം കുറവായിരുന്നുവെങ്കിലും ഗുരുവായൂരമ്പലത്തിൽ പല പണ്ഡിതന്മാരും ഭാഗവതം വായിച്ച് അർത്ഥം പറയുന്നത് കേട്ട് കേട്ട് ഭാഗവതം തന്നെ അദ്ദേഹത്തിന് ഹൃദിസ്ഥമായി. ആര് ഭാഗവതം വായിച്ചാലും അർത്ഥം പറയാൻ പൂന്താനം വേണമെന്നായി ആളുകൾക്ക്. അതോടെ പണ്ഡിതന്മാർക്ക് പൂന്താനത്തോട് അസൂയയുമായി. ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണം അവർ തീരുമാനിച്ചു. അന്ന് ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട രുക്മിണി സ്വയംവരമായിരുന്നു ഭാഗം. രുക്മിണിയുടെ ദൂതുമായി ഒരു ബ്രാഹ്മണൻ കൃഷ്ണനെ കാണാൻ ചെന്നതാണ് സന്ദർഭം. രുക്മിണി ഇങ്ങനെയൊക്കെ പറഞ്ഞേ ഒരെഴുത്തും കൊടുത്തയച്ചു എന്ന് പൂന്താനം അർത്ഥം പറഞ്ഞു. ഹേ, ആ പറഞ്ഞത് ശരിയല്ല. എഴുത്തു കൊടുത്തയച്ചു എന്ന് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? പൂന്താനം ഇളിഭ്യനായി. അപ്പോൾ ശ്രീകോവിലിനകത്തു നിന്ന് ഒരശരീരിയുണ്ടായി. എഴുത്തു കൊടുത്തയച്ചില്ല എന്ന് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? ആ പണ്ഡിതൻ എന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ രുക്മിണിയുടെ ഒരെഴുത്തുകൂടി കൊണ്ടുവന്നിരുന്നു. സാക്ഷാൽ കൃഷ്ണന്റെ ശബ്ദം കേട്ട് അവിടെ കൂടിയിരുന്നവർ അത്ഭുതപ്പെട്ടു. കൃഷ്ണൻ പൂന്താനത്തിന്റെ രക്ഷയ്ക്കെത്തി. പൂന്താനത്തിന്റെ ഖ്യാതി നാടെങ്ങും പരന്നു. ക്ഷേത്രത്തിലെ നമസ്കാര ഭക്ഷണത്തിന്റെ സമയത്ത് പൂന്താനത്തിന് സ്ഥിരമായി മാന്യസ്ഥാനം നൽകി ആദരിച്ചു. പക്ഷേ അന്നൊരു ദിവസം, പൂന്താനം, നമസ്കാര സദ്യക്ക് മാന്യസ്ഥാനത്തിരിക്കണ്ട. ക്ഷേത്രത്തിൽ മഹാപണ്ഡിതൻ വന്നിരിക്കുന്നു. വിദ്വാനും വേദാർഹനുമായ ഇദ്ദേഹത്തിനു വേണ്ടി പൂന്താനം സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുക. ക്ഷേത്രാധികാരികളുടെ തീരുമാനം പൂന്താനത്തെ ദുഃഖിതനാക്കി. ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ പൂന്താനം വിഷമിച്ചു. ഒഴിഞ്ഞു കൊടുക്കില്ലെന്നോ? ഇത്രയ്ക്ക് അഹങ്കാരായോ? എഴുന്നേറ്റ് പോണം. ഞാൻ പോവില്ല. എന്ത്? ആരുമില്ല ഇയാളെ പിടിച്ച് പുറത്താക്കാൻ? ക്ഷേത്രാധികാരികൾ പൂന്താനത്തെ പിടിച്ചു വലിച്ച് അവിടെ എഴുന്നേൽപ്പിച്ചു. അദ്ദേഹം കണ്ണുനീർ പൊഴിച്ചു. വേണ്ട, എനിക്കൊരു സ്ഥാനവും വേണ്ട. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത്
ഗുരുവായൂരപ്പ, ഞാൻ ഇവിടെ ഇരിക്കാൻ അർഹനല്ലെന്ന് ഞാൻ പോടൂ. അപ്പോൾ ശ്രീകോവിലിനകത്തു നിന്ന് ഒരശരീരിയുണ്ടായി. ഈ ദുഷ്ട സംസർഗം വേണ്ടൊഴിച്ചിടുക, ഈ സഹവാസം ത്യജിക്കാനൊരുങ്ങുക. പൂന്താനം, ഇനി ഇവിടെ വരികയും ഈ ദുഷ്ടന്മാരുടെ അടുക്കൽ താമസിക്കുകയും വേണ്ട. എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ പൂന്താനത്തിന്റെ ഇല്ലത്ത് വന്ന് കണ്ടുകൊള്ളാം. പൂന്താനം ഇത് കേട്ട് സന്തോഷിച്ച് ഭഗവാനെ താണു വണങ്ങി തന്റെ ഇല്ലത്തേക്ക് പോയി. ഇല്ലത്തെത്തി അല്പനേരം കഴിഞ്ഞപ്പോൾ തന്നെ ഭഗവാൻ കൃഷ്ണൻ അവിടേക്ക് എഴുന്നള്ളി. പൂന്താനം, നീ ഇവിടെ ഇരുന്ന് എന്നെ സേവിച്ചാൽ മതി. എന്റെ സാന്നിധ്യം എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കും. ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭക്തവത്സല, ഈ കാരുണ്യത്തിന് ഞാൻ എന്തു സുകൃതമാണ് ചെയ്തത്. പൂന്താനം സാഷ്ടാംഗം പ്രണാമം ചെയ്തു. കണ്ണു തുറന്നു നോക്കുമ്പോൾ ഭഗവാൻ അപ്രത്യക്ഷനായി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഭഗവാനെ കണ്ട സ്ഥലത്ത് പൂന്താനം ഒരു കൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ശ്രീകോവിൽ പണിതു. അവിടെ നിത്യവും പൂജയും നിവേദ്യവും അർപ്പിച്ചു. ആ സ്ഥലം പൂന്താനം ഇരുന്നതിന്റെ ഇടതുവശത്തായതിനാൽ അതിന് ഇടതുപുറത്തമ്പലം എന്ന് പേരിട്ടു. ആ അമ്പലവും പൂന്താനം പൂജിച്ച വിഗ്രഹവും ഇന്നും അവിടെയുണ്ട്. പിന്നീട് ഭഗവത് കാരുണ്യത്താൽ പൂന്താനത്തിന് ദീർഘായുസ്സോടു കൂടിയ സന്താനങ്ങൾ ഉണ്ടാവുകയും വളരെ കാലം അർദ്ധപുത്രമിത്രാദികളോടൊത്ത് സുഖ സമൃദ്ധിയോടെ ജീവിക്കുകയും ചെയ്യും. ഒടുവിൽ പൂന്തേനാകുന്ന കാവ്യങ്ങൾ ഗുരുവായൂരപ്പന്റെ തൃച്ചേവടയിൽ അർപ്പിച്ച ആ പുംസ്കോകിലത്തെ ഭഗവാൻ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഇന്നലെയോളമെന്ന്